മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിച്ച നബിയാ, നിങ്ങൾ ദുആ ചെയ്യ്, എനിക്ക് മക്കളില്ല. നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകനാ, എനിക്ക് മക്കളെ കിട്ടാൻ ദുആ ചെയ്യ്. മൂസാ നബി ദുആ ചെയ്തു, അല്ലാ ഈ പെണ്ണിന് നീ സന്താനത്തെ കൊടുക്കണേ അല്ലാ. അള്ളാഹുടെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, മൂസാ ദുആ ചെയ്യണ്ട, മക്കളെ കിട്ടൂല. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, മക്കളുണ്ടാകും. ഈ പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്ക് എന്താ നിങ്ങളുടെ നാട്ടിൽ പറയാ? ഞാൻ ഇനി പറഞ്ഞിട്ട് എന്തായാലും ആവണ്ട. പ്രസവിക്കാത്ത പെൺകുട്ടികൾക്ക് എന്തോ പറയില്ലേ? എന്തോ ഞങ്ങളുടെ നാട്ടിൽ പറയണതും നിങ്ങളുടെ നാട്ടിൽ പറയണതും തമ്മിൽ വ്യത്യാസമായിട്ട് ഇനി വെറുതെ എന്തിനാ? അല്ലാഹു കാക്കുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ആ പെണ്ണ് പ്രസവിക്കില്ല, നീ ദുആ ചെയ്യണ്ട. ഈ പെണ്ണ് പിന്നെയും നിർബന്ധിച്ച് ദുആ ചെയ്യാ. പിന്നെ ദുആ ചെയ്തപ്പോൾ അല്ലാഹ് പറഞ്ഞു ഇത് തന്നെയാ. മൂസാ നബി അലൈഹിസ്സലാം ഈ പെണ്ണ് പോയി കുറെ കാലം കഴിഞ്ഞപ്പോ ഒരു കുഞ്ഞുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് മൂസാ നബിയുടെ മുമ്പിൽ. മൂസാ നബി ചോദിച്ചു, ഈ കുഞ്ഞേതാ? എന്റേതാ നബിയെ, നിങ്ങൾ അന്ന് ദുആ ചെയ്തില്ലേ? എന്റേതാ. നിങ്ങൾ അന്ന് ദുആ ചെയ്തില്ലേ? ഈ കുഞ്ഞ് എന്റേതാ. നിങ്ങൾ ദുആ ചെയ്യണം. എന്തിന്? ഇവൻ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. എന്റെ മോൻ നല്ല മകനാകാൻ വേണ്ടി ദുആ ചെയ്യണം. മൂസാ നബി ഒന്നും മിണ്ടിയില്ല. മൂസാ നബി ചിന്തിച്ചു, പടച്ചോനെ, അള്ളയല്ലേ പറഞ്ഞു ഇവള് പ്രസവിക്കൂലെന്ന്, പിന്നെ എങ്ങനെ പ്രസവിച്ചു? അള്ളയാണ് പറഞ്ഞത് ഇവള് പ്രസവിക്കാത്ത പെണ്ണാണെന്ന്, പിന്നെ എങ്ങനെ പ്രസവിച്ചു? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്തു, മൂസാ നബിയെ, അല്ലാഹു ഈ പെണ്ണ് പ്രസവിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഇവളൊരു ദിക്ർ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. ആ ദിക്ർ പറഞ്ഞതിനെ കൊണ്ടാണ് അല്ലാഹു ഈ പെണ്ണിന് മക്കളെ കൊടുത്തത്. അല്ലാഹുടെ തീരുമാനത്തെ പോലും അല്ലാഹു മാറ്റിയെന്ന് നബിയിനാ റസൂലുള്ളാഹി. അതാ, ഈ ഒരു ദിക്ർ പറഞ്ഞാൽ അല്ലാഹുവിന്റെ തീരുമാനം പോലും അല്ലാഹു മാറ്റും. അതാണ് ഈ ദിക്റിന്റെ മഹത്വം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ, ഇത് മക്കളുടെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും ഉപകാരപ്പെടും. പറഞ്ഞുതരട്ടെ? വേണ്ട? അവസാനം പറഞ്ഞാ പോരെ? ശരി, ഇൻഷാ അല്ലാഹ്. അല്ലാഹു പഠിക്കും. യാ റഹീമു യാ അല്ലാഹ്. ഏതാ ദിക്ർ? അല്ലാഹു പറയുകയാ, ഈ പെണ്ണ് പ്രസവിക്കത്തില്ല. അപ്പോഴും ആ പെണ്ണ് പറയാ, യാ റഹീമു യാ അല്ലാഹ്. ഏ കരുണയുള്ള അല്ലാഹ്, ഏ കരുണയുള്ള അല്ലാഹ്, ഏ കരുണയുള്ള അല്ലാഹ്. അല്ലാഹു കരുണയുള്ളവനാടോ. നീ 10 വട്ടം വിളിച്ച ഒരിക്കൽ അല്ലാഹു ആ വിളി കേൾക്കും. അല്ലാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സാലിഹീങ്ങളായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനല്ല. നമ്മളാണെങ്കിൽ പറയുന്നത് നിരാശയാണ്. ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് പച്ചമരുന്ന് കടിച്ചു, തങ്ങന്മാരുടെ മുന്നിൽ, ഉസ്താദന്മാരുടെ മുമ്പിൽ പോയി, എല്ലാം കഴിഞ്ഞു, നിരാശയാ. വേണ്ട പെങ്ങളെ, നിരാശ വൻപാപമാണ്. അല്ലാഹുവിന് തരാൻ കഴിവില്ലാത്തവനാണെന്നാ നീ പറയുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് പെങ്ങളോട് പറയുകയാ, സഹോദരാ, ദുആ ചെയ്യ് മക്കള്. പടച്ചവനെ, ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ, വല്ലാതെ ബുദ്ധിമുട്ടുകളും പ്രയാസത്തിലും കിടക്കുന്നവർ. ഉസ്താദേ, ക്യാൻസറാണ്. കൂട്ടായിരുന്നൊരു വീട്ടിൽ പോയപ്പോ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ ആദ്യം വിവാഹം കഴിച്ച എന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നു മരണപ്പെട്ടു പോയി. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ആ മനുഷ്യൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചു, ആ പെണ്ണിനും ക്യാൻസറാണ് ഉസ്താദ്. അല്ലാഹുവേ, ശിഫ കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങളുടെ നടുവില് രോഗമില്ലാത്തവരില്ല. പടച്ചവനെ, ഇന്നലെ പറഞ്ഞു ഉസ്താദ്, പടച്ചവനെ, ഒരു പല്ലുവേദനയായിരുന്നു. നാട്ടിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ താടിയെല്ലിലെ ക്യാൻസറാ. തിരുവനന്തപുരം RCCയിൽ പോയിരിക്കുകയാണ്. സഹോദരാ, ഇത്രയൊക്കെ ഉള്ളടോ. ജീവിതത്തിന്റെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോ നിരാശ വേണ്ട. അല്ലാഹുവേ, ഈമാനുള്ള ഒരാൾക്ക് ചേർന്നതല്ല. പടച്ചവനെ, റബ്ബിന്റെ തീരുമാനങ്ങളെ നീ അംഗീകരിക്കണമല്ലോ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരിസ് സ്വാബിരീൻ.
الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ഇത് മരിക്കുന്ന സമയത്ത് പറയാനുള്ള ഒരു ദുആയല്ലടോ, ഇത് മരിക്കുമ്പോ മാത്രം പറയാനുള്ളതല്ല. അല്ലാഹു നിനക്ക് കടം തന്ന, അല്ലാഹു നിനക്ക് രോഗം തന്ന, അല്ലാഹു നിനക്ക് പ്രയാസം തന്ന, അല്ലാഹു നിന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയ, അല്ലാഹു നിന്റെ മക്കളെ മരിപ്പിച്ച, എന്തു പറയണമെന്നറിയുമോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിലേക്കാണ് സർവ്വതും മടങ്ങുന്നത്. റബ്ബേ നീ തന്നോ, നീ തിരഞ്ഞെടുത്തു, ഞാനും അങ്ങോട്ട് തന്നെയാണ് വരേണ്ടത്. പറയാ മറക്കല്ലോ, നിങ്ങളെ രോഗവും പ്രയാസവും ഇല്ലാത്ത ആരുമില്ലല്ലോ. ഉസ്താദേ ഒരുപാട് ബുദ്ധിമുട്ടാ, പ്രയാസമാ, രോഗമാ പറയുന്ന വാപ്പാ, മഹാനായ സയ്യിദ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമെടുത്ത് വായിക്കടോ. രോഗം പിടിച്ച് കിടക്കുന്ന വീട്ടുകാരെ, ഭർത്താവ് രോഗം പിടിച്ച് കിടക്കുന്ന ഭാര്യമാരുണ്ടല്ലോ, നിങ്ങളെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ചരിത്രം അയ്യൂബ് നബിയുടെ ചരിത്രമാ. രോഗമുള്ള വീട്ടുകാര് വായിക്കേണ്ട ചരിത്രം ആരുടെ ചരിത്രമെന്നറിയുമോ? ക്യാൻസർ പിടിച്ച് കിടക്കുന്നവർ, കിഡ്നി തകർന്ന് കിടക്കുന്നവർ, സൈഡ് തകർന്ന് കിടക്കുന്നവർ, ഭാര്യയും ഭർത്താവും നിർബന്ധമായിട്ട് വായിക്കേണ്ട ഒരു നബിയുടെ ചരിത്രമുണ്ട്. ഏത് നബിയുടെ ചരിത്രമെന്നറിയോ? അയ്യൂബ് നബി അലൈഹിസ്സലാം. 18 കൊല്ലം അല്ലാഹു പരീക്ഷണം കൊടുത്ത പ്രവാചകരാ. ശരീരം മുഴുവനും വല്ലാതെ പഴുക്കുകയാ, പൊട്ടിയൊലിക്കുകയാ, മാംസങ്ങൾ ഉഴുത് താഴേക്ക് വീഴുകയാ, എല്ലുകൾ വെളിയിൽ കാണുകയാണ്, നടക്കാൻ കഴിയാതെ, ഇരിക്കാൻ കഴിയാതെ. പടച്ച റബ്ബേ, 18 കൊല്ലം പ്രയാസപ്പെട്ടടോ അയ്യൂബ് നബി അലൈഹിസ്സലാം. പരാതി പറഞ്ഞില്ല. പടച്ചവനെ, പ്രയാസത്തിൽ കഴിയുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് ഭാര്യ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ എത്ര കൊല്ലമായി നബിയേ? പെങ്ങളെ പഠിക്കണേ മോളെ. അയ്യൂബ് നബി അലൈഹിസ്സലാം എല്ലും തോലുമായിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ അയ്യൂബ് നബിയെ എടുത്തുകൊണ്ട് നടക്കുകയാ. കുഞ്ഞുങ്ങളെ ചുമക്കുന്നത് പോലെ അയ്യൂബ് നബിയുടെ ഭാര്യ 18 കൊല്ലമാ ചുമന്നത്. ആ ഭാര്യയാണ് തന്റെ ഭർത്താവിനോട് ചോദിക്കുന്നു, നബിയേ ഒന്ന് അല്ലാഹുവോട് ദുആ ചെയ്താ പോരെ? കൈ താഴ്ത്തുന്നതിന് മുമ്പ് അല്ലാഹ് നിങ്ങളുടെ രോഗം മാറ്റുമല്ലോ. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒന്ന് ദുആ ചെയ്തുകൂടെ? ഒന്ന് ദുആ ചെയ്തുകൂടെ? അയ്യൂബ് നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോളെ, നോക്കി മടുത്തെങ്കിൽ നീ പൊക്കോ. എന്നെ ചുമന്ന് എനിക്ക് ഖിദ്മത്ത് ചെയ്തിട്ട് നിനക്കും മടുത്താൽ, അയ്യൂബ് നിനക്ക് ബാധ്യതയാണെന്ന് തോന്നിയാ എന്നെ കളഞ്ഞിട്ട് നീ പൊക്കോ. എന്നാലും ഞാൻ അല്ലാഹുവോട് ചോദിക്കില്ല, എന്നാലും ഞാൻ അല്ലാഹുവോട് പരാതി പറയില്ല. 18 കൊല്ലം പടച്ചവര് ശരീരം മുഴുവനും പഴുത്തിട്ട്, പൊട്ടിയൊലിച്ചിട്ട്, ശരീരം മുഴുവനും രോഗം പിടിച്ച് നടക്കാൻ കഴിയാതെ ഒരു ഭാര്യ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ ചുമക്കണമെങ്കിൽ എങ്ങനെയായിട്ടുണ്ടാകും ബാപ്പാ? ഇതുപോലെ നടന്നിട്ട് 18 കൊല്ലം ചുമന്നുകൊണ്ട് നടന്ന ഭാര്യയാണ് പറയുന്നതൊന്ന് ദുആ ചെയ്തുകൂടെ? അപ്പോഴും പറഞ്ഞു, ഞാൻ അല്ലാഹുവോട് പരാതി പറയില്ല, എനിക്ക് സങ്കടമില്ല. മടുത്തെങ്കിൽ നിനക്ക് നിന്റെ വഴി നോക്കാ. പെങ്ങളെ, ഈ ചരിത്രമാണോ രോഗം പിടിച്ച് കിടക്കുന്നവന് പഠിക്കേണ്ടത്? പെങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ?
കാലിനടിയിൽ ഒരു മുള്ളു കൊണ്ടിട്ട് നീ വേദനിച്ച ആ വേദനയ്ക്ക് പകരം അല്ലാഹു നിന്റെ പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമല്ലോ. ഏത് രീതിയിലാണ് വരുന്നതെന്നറിയില്ല. പടച്ചവനെ, അപസ്മാര രോഗമുള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യടേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വാലിഹത്തായ പെണ്ണ് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് അപസ്മാര രോഗമാണ് നബിയേ, വല്ലാത്ത വേദനയാ നബിയേ, വായിലൂടെ പതയും നൊരയും വരുന്നു നബിയേ, കടന്നു പിടയുകയാ നബിയേ, ശരീരം മുഴുവനും വല്ലാത്ത വേദനയാ നബിയേ, സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, അതുകൊണ്ടൊന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമോ? അല്ലാഹുവിന്റെ പ്രവാചകനാ പെണ്ണിനോട് പറഞ്ഞു, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, പക്ഷേ നീ ക്ഷമിച്ച അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണേ. നബി തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ആ പെണ്ണ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, അല്ലാഹ് എനിക്ക് സ്വർഗം തരുമോ നബിയേ? ഉറപ്പായിട്ടും സ്വർഗം തരും. ആ പെണ്ണ് പറഞ്ഞു, വേണ്ട നബിയേ, വേണ്ട നബിയേ, എന്റെ രോഗം മാറാ ദുആ ചെയ്യല്ലേ, ഞാൻ സഹിക്കാൻ തയ്യാറാണ് നബിയേ, എനിക്ക് സ്വർഗം മതി എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഈമാൻ ഉറച്ചാൽ കിട്ടുന്ന രണ്ടാമത്തെ നേട്ടമെന്തെന്നറിയുമോ? നിരാശയില്ല. എന്തൊക്കെ നഷ്ടപ്പെട്ടാൽ സങ്കടമില്ല. അവന് പരാതി പറയില്ല. ഉസ്താദേ, ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനായിരുന്നു, ഞാൻ പള്ളിക്ക് കൊടുക്കുന്നവനായിരുന്നു, ഒരു മജ്‌ലിസ് പോലും, മജ്‌ലിസിന്നൂറാകട്ടെ, സ്വലാത്തിന്റെ മജ്‌ലിസാകട്ടെ, സർവ്വതിലും പോകുന്നവളായിരുന്നു, എനിക്കിങ്ങനെ വന്നല്ലോ. എന്തൊരു പരീക്ഷണമാ ഉസ്താദേ! പറയല്ലേ പെങ്ങളെ, സങ്കടപ്പെടല്ലേ പെങ്ങളെ, ആ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ വാപ്പാ. അല്ലാഹുവിന്റെ മുമ്പിൽ നിന്റെ പ്രയാസം പറ, അല്ലാഹുവിന്റെ മുമ്പിൽ നിന്റെ പ്രയാസം പറ, അതിന് പരിഹാരം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈമാൻ ഉറക്കണേ, ഈമാൻ ഉറക്കണേ. അതുകൊണ്ട് ഈ ദുനിയാവിൽ ഒരു നല്ല ജീവിതം വേണോ? സമാധാനമുള്ള ജീവിതം വേണോ? ഇതുപോലെയുള്ള ഒരു ജീവിതം നിനക്ക് വേണമെങ്കിൽ അല്ലാഹ് പറയുന്നത് തലകുത്തി നിൽക്കാനല്ല. അല്ലാഹ് പറയുന്നു, ഒരേ ഒരു കാര്യം ചെയ്താ, ഫലനഹ്യന്നഹു ഹയാതൻ ത്വയ്യിബാ, ഒരു നല്ല ജീവിതം ഞാൻ തരാ, ഒരു നല്ല ജീവിതം ഞാൻ തരാ. ഒരേ ഒരു നല്ല കാര്യം ചെയ്യടോ. അല്ലാഹു പറയുകയാണ്, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താ, നിങ്ങൾക്ക് ഈ ദുനിയാവില് രാജകുമാരനെ പോലെ ജീവിക്കാം, ഒരു രാജാവിനെ പോലെ ഈ ദുനിയാവില് സുഖിച്ച് ജീവിക്കാമടോ. അല്ലാഹു പറയുകയാ, ഞാൻ തരാ നിനക്ക് നല്ല ജീവിതം, കണ്ടാ കൊതി തോന്നുന്ന ജീവിതം, സുന്ദരമായ ജീവിതം, സമാധാനമുള്ള ജീവിതം, സന്തോഷമുള്ള ജീവിതം, ബർക്കത്തുള്ള ജീവിതം, അല്ലാഹുവിന്റെ റഹ്മത്തുള്ള ജീവിതം, ഇങ്ങനെ മനോഹരമായ ഒരു ജീവിതം നിനക്ക് തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് 3 ദിവസത്തെ വഅദ് അവസാനിക്കാൻ പോകുകയാണ്. ഇവരുടെ ലക്ഷ്യം എന്തെന്നറിയോ? പള്ളിക്കൊരു വരുമാനമാ. നിങ്ങളുടെ മഹല്ലിലെ പള്ളിക്കൊരു വരുമാനം വേണമല്ലോ. ഒരു കടറൂമെങ്കിലും കിട്ടിയ മാസ വാടക കിട്ടുമല്ലോ. അത് പള്ളിക്കൊരു നേട്ടമാണല്ലോ. പടച്ചുറപ്പേ, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ.
ഒരാളും കൈമടക്കരുത്, ഒരാളും കാണാത്തവരെ പോലെ ഇരിക്കരുത്. സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമടോ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമടോ. വരാനിരിക്കുന്ന ദുരന്തങ്ങളുണ്ടല്ലോ പടച്ചവനെ. കഴിഞ്ഞ ആഴ്ച മംഗലാപുരത്ത് വഅദിന് പോയപ്പോ, മാസം മംഗലാപുരത്ത് വഅദിന് പോയപ്പോ എനിക്ക് വല്ലാത്ത സങ്കടമുള്ള ഒരു ദിവസമായിരുന്നു പടച്ചവനെ. ഇന്ന് രാവിലെ പെട്ടെന്ന് എന്റെ മൊബൈൽ ഒന്നടിച്ചു. എടുത്തു നോക്കുമ്പോ ഒരു വാർത്ത കേട്ടപ്പോ വല്ലാത്ത സങ്കടം വന്നു. പടച്ചറബേ, മംഗലാപുരത്ത് എപ്പോ വഅദിന് പോയാൽ എന്റെ കൂടെ നടന്നിരുന്ന ഒരു മനുഷ്യനുണ്ട്, നൗഷാദ് ഹാജി എന്ന് പറയുന്ന വല്ലാതെ ആലിമീങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു സഹോദരൻ. എന്റെ ഏത് വഅദ് മംഗലാപുരത്തുണ്ടോ ആ മനുഷ്യന് സ്റ്റേജിൽ പടച്ചവനെ വന്നൊരുപാട് സദഖകൾ തരും. കഴിഞ്ഞ ആഴ്ച എന്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നൗഷാദ് ഹാജി തന്റെ കൂടപ്പറപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞ് എന്നോട് സംസാരിക്കാറ്. ഞാൻ ഫോണിലൂടെ സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവസാനം എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്കൊരു ഡേറ്റ് തരണേ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ എന്റെ കൂടെ സ്നേഹത്തോടെ സംസാരിച്ച നൗഷാദ് ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് രാവിലെ പടച്ചറപ്പേ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു കോളേജിന്റെ പരിപാടിക്ക് വേണ്ടി പോകുമ്പോ എതിരെ വന്ന ബസുമായി കൂട്ടിയിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് കണ്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നിയടോ, കണ്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നി. പടച്ചവനെ, ഒരു വണ്ടി ഇടിച്ചിട്ട് വല്ലാതെ തകർന്ന് തരിപ്പണമായി. റബ്ബേ, ഒരാള് വിളിച്ചിട്ട് എന്നോട് ശരീഫ് എന്ന എന്റെ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ മരിച്ചെന്ന് പറയുന്നു ഉസ്താദേ. ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ മനുഷ്യന്റെ ഫോൺ നമ്പർ എടുത്തിട്ടൊന്ന് ഡയൽ ചെയ്തു. റബ്ബേ, ബെല്ലടിക്കുന്നുണ്ട്. അപ്പുറത്ത് ഫോൺ എടുത്തത് ആംബുലൻസിന്റെ ഡ്രൈവറാ. പറഞ്ഞു, ഉസ്താദേ മരണപ്പെട്ടു പോയി ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ. 5 മക്കളാ മോനെ, പിഞ്ചു കുഞ്ഞുങ്ങളാണ്. പടച്ചവനെ അല്ലാഹുവേ, ഒരു കുടുംബത്തിന്റെ സ്വപ്നമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ശരീരത്തിൽ വലിയ മുറിവുകളൊന്നുമില്ലടാ. ഇന്നിതേ സമയം പള്ളിപ്പറമ്പിലെ ഖബറിനകത്തേക്ക് നൗഷാദ് ഹാജിയുടെ ജനാസ ഇറക്കി വെക്കുമ്പോ അല്ലാഹു കൊടുത്ത സമ്മാനം എന്തെന്നറിയോ? ഏത് വഅദിന്റെ മജ്ലിസിൽ വന്നിട്ടും പൈസ തന്നിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ മനുഷ്യന് കണ്ടവര് പറയുന്നു, ഉസ്താദേ മുഖത്തു വല്ലാത്ത പ്രകാശമാ, മുഖത്ത് വല്ലാത്ത പ്രകാശം. പടച്ചവനെ, കണ്ടാ കൊതി തോന്നുന്ന ഒരു മരണമടോ. പടച്ചറബേ, ആ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ. പൊന്നാര മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഇതാണോ അപകടമെന്ന് പറഞ്ഞാൽ? ദുരന്തം ഇതാണടോ. എപ്പോ എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ലടോ. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളു സഹോദരാ. 2023 ഞാനും നിങ്ങളും കടന്നപ്പോ ഇന്ന് വൈകിട്ട് ഞാൻ മൊബൈൽ എടുത്ത് നോക്കുമ്പോ വാർത്തയിൽ കണ്ടത് 9 ജീവനാണെന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പല പല സ്ഥലങ്ങളിൽ അപകടങ്ങളില് ഓരോ ദിവസവും അപകടങ്ങൾ വർദ്ധിക്കുകയാ. പടച്ചവനെ, പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുകയാ. മാവേലിയിലും പടച്ചവനെ മലബാറിലും യാത്ര ചെയ്യുമ്പോ ട്രെയിനിനകത്ത് വരുന്ന അധികം പേരും RCCയിൽ നിന്ന് വരുന്നവരാ. സങ്കടമാടോ. അവരുടെ പരാതികളും അവരുടെ രോഗങ്ങളെ കുറിച്ച് കേൾക്കുമ്പോ വല്ലാത്ത സങ്കടമാ സഹോദരാ. എല്ലാ തലതിരിയാൻ ഒരു നിമിഷം മതിയടോ. പല്ലുവേദന വന്നവന് ക്യാൻസർ ആയില്ലേ? നാവിന് ചെറിയ പ്രയാസം, ടേസ്റ്റുകൾ അറിയാത്തവന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറയുന്നു നാവ് മുറിച്ചു മാറ്റാൻ. 37 വയസ്സുള്ള മനുഷ്യൻ പറയുന്നു, ഉസ്താദേ മലദ്വാരത്തില് ക്യാൻസറാ. പേടിക്കണം പെങ്ങളെ. പണ്ടൊക്കെ ക്യാൻസർ രോഗം വന്നെന്ന് പറഞ്ഞാൽ അത്ഭുതമായിരുന്നു. ഇന്നങ്ങനല്ല. പനി പടരുന്നത് പോലെ ഓരോ കുടുംബ
കുടുംബത്തിലും ഒരു ക്യാൻസർ രോഗി വന്നുകൊണ്ടിരിക്കുകയാ. പടച്ചവനെ, കൈകാലുകൾ മുറിച്ച് മാറ്റുന്ന രോഗങ്ങൾ റബ്ബേ വാട്സപ്പിലുമൊക്കെ നമ്മൾ കാണുമല്ലോ. വാപ്പാനെ രക്ഷിക്കാ, നിങ്ങളെ സഹായിക്കണേ എന്ന് നെഞ്ചുപൊട്ടി കരയുന്ന പെൺമക്കളുടെയും മാമക്കളുടെയും വീഡിയോ കാണുന്നവനല്ലേ. എന്തേ ഉപ്പാ നിനക്ക് കഴിയാത്തത്? എന്തേ നബിതങ്ങളല്ലേ പറഞ്ഞത്, അസ്സദഖതു റദ്ദുൽ ബലാ, സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവിന്റെ പള്ളിയുടെ വരുമാന മാർഗത്തിന് വേണ്ടി ബക്കറ്റുമായിട്ട് ഇവരുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഒരാളും മടിക്കരുത്, ഒരാളും കാണാത്തതുപോലെ ഇരിക്കരുത്. അല്ലാഹു നിനക്ക് തന്നതിൽ നിന്നൊരൽപ്പം എടുക്കടോ. മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും ഒരു സദഖ എടുക്കൂ. അൽഹംദുലില്ലാഹ്, എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുത്തിട്ട് ആ ബക്കറ്റിന്റെ അകത്തേക്ക് ഇടൂ. അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു ചെറിയ സദഖ റബ്ബിന്റെ മുമ്പിൽ വലുതാണ്. അൽഹംദുലില്ലാഹ്, പലരും എഴുന്നേറ്റ് പോകുന്നുണ്ട്. രാവിലെ കടലിൽ പോകേണ്ടവരായിരിക്കും, രാവിലെ കടലിലൊക്കെ പോകേണ്ടവരുണ്ട് ഒരുപാട്. ഞാനിപ്പോ ഇവിടെ വന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടലിൽ മീൻ പിടിക്കണ ചങ്ങാതിമാരെ കാണാൻ പോകാറുണ്ട്. ഞാൻ ഇന്ന് രാവിലെ അൽഹംദുലില്ലാഹ് വന്നപ്പോൾ കൂട്ടായില് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടൊപ്പം ഞാൻ പോയി. വലിയുല്ലാഹി എന്ന് പറയുന്ന വലിയൊരു മഹാന്റെ മക്ബറയുണ്ട് ഇവിടെ. അപ്പൊ അവരുടെ പേരിലുള്ള ഒരു ബോട്ട് അവർ കുറെ നാളായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇന്ന് ഞാൻ പോയിരുന്നു. 45 46 പേര് അൽഹംദുലില്ലാഹ് കടപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെ വല നെയ്തുകൊണ്ടിരിക്കുക. ഒരു പുതിയ വല മേടിച്ചിട്ട് ആ വല ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അവരെ കണ്ടപ്പോ എല്ലാവരും അൽഹംദുലില്ലാഹ്, ഞാൻ പറഞ്ഞു ഒരു വഅദ് പറയാനുള്ള മജ്‌ലിസ് ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. 45 പേരെ ഒരുമിച്ച് കിട്ടി, എല്ലാവരെയും ഇരുത്തിയിട്ട് അൽഹംദുലില്ലാഹ് ഒരു ചെറിയ ഉപദേശമൊക്കെ ഞാൻ അവിടെ നിന്ന് കൊടുത്തു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഞാൻ എൻ്റെ ഒരു പള്ളി, ഞാൻ ജോലി ചെയ്യുന്ന ഒരു പള്ളിയുടെ കാര്യം പറഞ്ഞു. ഒരു പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ പങ്കെടുക്കണമെന്ന നല്ല മനസ്സോടുകൂടി അൽഹംദുലില്ലാഹ് ആ വലിയുല്ലാഹി എന്ന പടച്ചവനെ, ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നീ അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ നീ അവർക്ക് റിസ്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതിനകത്ത് പ്രവർത്തിക്കുന്ന ജോലിക്ക് പോകുന്ന 46 പേരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, അതിനകത്ത് പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. അല്ലാഹുവേ നീ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, അവർക്ക് നീ റബ്ബേ ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും അല്ലാഹുവേ നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇതുപോലെ ഒരുപാട് പേര് അൽഹംദുലില്ലാഹ്, ഈ ജീലാനി എന്ന് പറയുന്ന ഒരു വള്ളം, അതിന്റെ ആള് പെട്ടെന്ന് വയ്യാതായിട്ട് അദ്ദേഹം, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നജാത്ത് എന്ന് പറയുന്ന ഒരു വള്ളം, അല്ലാഹു അവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അപ്പൊ ഇതുപോലൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് പലരും എഴുന്നേറ്റ് പോകുമ്പോൾ രാവിലെ കടലിൽ പോകാനാണെന്നാ തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ലതാടോ. എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്തെന്നറിയോ? ഹലാലായ ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. കടലിൽ പോയി മീൻ പിടിക്കുന്നവർക്ക് ഹറാമുണ്ടോ? ഹറാമുണ്ടോ? ഉണ്ടോ? ഇല്ലടോ, ഹലാലല്ലേ. മീൻ പിടിക്കാൻ പോകുന്നവന്റെ ഭാര്യ എന്ന് പറയാൻ ചില പെണ്ണുങ്ങൾക്ക് നാണക്കേടാ, ചില മക്കൾക്ക് നാണക്കേടാ. എന്തിനാടാ മക്കളെ നാണം കെടുന്നത്? ഹലാലല്ലേടാ തിന്നണത്. അതിനേക്കാളും വലിയ പുണ്യമുണ്ടോ? എടാ, കടയിൽ ജോലി ചെയ്യുന്നവൻ, ഇവിടൊക്കെ ജോലി ചെയ്യുന്നവൻ ഹറാമായ പൈസയിലേക്ക് ഇട്ടാ എങ്കിൽ അള്ളാന്റെ കടലിലെ മീൻ ഹലാലല്ലേ? അല്ലേപ്പാ, നിങ്ങൾ എന്തെങ്ങനെ ഇരിക്കണം അല്ലേ? കടലിലെ മീൻ ഹലാലല്ലേ? പടച്ചവനെ, ആ ഹലാലായ മീൻ പിടിച്ച് വിറ്റിട്ട് കൊണ്ടുവരുന്ന പൈസ കൊണ്ട് കഴിക്കാൻ കിട്ടിയ ഇത് വലിയ സന്തോഷമല്ലേ? നിങ്ങൾ അത് അഭിമാനത്തോടു കൂടിയാ കാണണ്ടേ? അൽഹംദുലില്ലാഹ്, നല്ല സ്നേഹമുള്ളവരാണ്. സ്നേഹിച്ചാ നക്കിക്കൊല്ലും, ദേഷ്യപ്പെട്ട നെക്കിക്കൊല്ലും എന്ന് പറയുന്ന പോലെ വല്ലാത്ത സ്നേഹമാണ്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ്, അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പറയുകയാ, നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ജീവിതം ഞാൻ തരാം, ഒരു സമാധാനമുള്ള ജീവിതം ഞാൻ തരാം. അല്ലാഹു പറയുകയാണ്, പെങ്ങളെ, ഈ ദുനിയാവിൽ നിനക്കൊരു സന്തോഷമുള്ള ജീവിതം വേണോ? ഒരു സമാധാനമുള്ള ജീവിതം നിനക്ക് വേണോ? അല്ലാഹു പറയുകയാ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു
ഹയാതൻ ത്വയ്യിബാ. അല്ലാഹു പറയുകയാ, നന്മകൾ ചെയ്യങ്ങളെ, നന്മകൾ കഴിവിന്റെ പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യടോ ബാപ്പാ. 2022 വിട പറഞ്ഞു, 2023 കാലെടുത്ത് വെച്ചിരിക്കുന്ന വാപ്പാ. ആയുസിലെ ഒരു കൊല്ലമാ കഴിഞ്ഞു പോയത്. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു കൊല്ലമാണ് കഴിഞ്ഞു പോയത്. മരണത്തിലേക്ക് അടുക്കുകയാണ്, ഖബറിലേക്ക് അടുക്കുകയാണ്. അസ്രായിലിനെ കാണാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാ വാപ്പാ. പെങ്ങളെ 25, 26, 30, 31 പൊന്നുമോളെ ചിന്തിക്കു. ഒരു കൊല്ലം നിന്റെ ജീവിതത്തിൽ നിന്ന് പൊഴിഞ്ഞുപോയി. മരണത്തിലേക്ക് അടുക്കുകയാ, ഖബറിലേക്ക് അടുക്കുകയാ. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ പറ്റുമോ? നന്മകൾ ചെയ്യാൻ പറ്റുമോ? മാക്സിമം നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ മാത്രം നീ നിന്റെ ജീവിതത്തിൽ ചെയ്യൂ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാതെ അള്ളാന്റെ സ്വർഗം കിട്ടുമെന്ന് നീ കരുതണ്ട, സമാധാനമുള്ള ജീവിതം കിട്ടുമെന്ന് കരുതണ്ട. പടച്ചവനെ, താനൂര് നിന്നിട്ട് പരപ്പനങ്ങാടിയിലേക്ക് പോകുന്ന ഒരു ബസ്സിനകത്ത് കൈ കാണിച്ച് കയറി. എന്നിട്ട് പടച്ചവനെ നീ പറയുകയാണ്, ബസ്സിനകത്തിരുന്ന് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ എന്നെ തിരൂരിലെത്തിക്കണേ അല്ലാ. പരപ്പനങ്ങാടിയിലേക്ക് പോകുന്ന ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് പടച്ചവനെ ദുആ ചെയ്യുകയാ, തിരൂരെത്തിക്കാൻ. എങ്ങനാ മോനെ നടക്കുവോ? എങ്ങനാ പെങ്ങളെ നടക്കുമോ? അല്ലാഹു പറയുന്നു നന്മകൾ ചെയ്യാ. നീയാണെങ്കിൽ തിന്മകളാ ചെയ്യുന്നത്. തിന്മകൾ ചെയ്തിട്ട് നീ അല്ലാഹുവോട് പറയുന്നു, എനിക്ക് നല്ല ജീവിതം എന്താ അല്ലാ, എനിക്ക് നല്ല മരണം എന്താ അല്ലാ, എനിക്ക് സ്വർഗം എന്താ അല്ലാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന സ്വർഗം ചോദിക്കാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയാ പെങ്ങളെ? എന്ത് ചെയ്തു വെച്ചിട്ടാ നീ ചോദിക്കുന്നത്? ഉപ്പാ ഒരു നല്ല ജീവിതം അല്ലാഹുവോട് ചോദിക്കുന്നല്ലോ. എന്ത് ചെയ്തിട്ടാ വാപ്പാ? വീടിന്റെ മുറ്റത്ത് വരുന്ന ഒരു നായുണ്ടല്ലോ, അതിന് ഒരു നേരത്തെ അന്നം കൊടുത്താ അത് എവിടെ വെച്ച് നിന്നെ കണ്ടാലും നന്ദി കാണിക്കുമല്ലോ. പക്ഷേ പടച്ചറബ് നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് ആ അല്ലാഹുവോട് നന്ദി കേടല്ലാതെ നീ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നന്മകൾ ചെയ്യടോ. ഒരുപാട് നന്മകൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യൂ. പടച്ചവനെ, പിഴവുകൾ ജീവിതത്തിൽ സംഭവിച്ച സങ്കടം വരണം പെങ്ങള്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ ഈമാൻ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണമെങ്കിലോ മോനെ നന്മകൾ ചെയ്യടാ, അല്ലാഹുവിലേക്ക് അടുക്കടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മരിക്കണ്ടേ മോനെ? നിന്നെ പോലെ താനൂരിന്റെ പരിസരത്ത് ചാടിക്കളിച്ച് നടന്നിരുന്ന എത്രയോ ചെറുപ്പക്കാര് ഖബറിനടിയിലെത്തിയല്ലോ. മയ്യത്ത് നീ കണ്ടില്ലേ? അവന്റെ മയ്യത്ത് നിസ്കരിച്ചില്ലേ? നീ അവന്റെ ഖബറിന്റെ ചാരത്ത് പോയില്ലേ? എന്നിട്ടും നന്നാകാൻ കഴിയാത്തതെന്തേ മോനെ? അതുകൊണ്ട് സഹോദരിമാരെ, നന്മകൾ ചെയ്യടോ, നന്മകൾ ചെയ്യടോ. അത് പരസ്യമായിട്ടല്ല, രഹസ്യമായി ചെയ്യടോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്യൂ. എന്നിട്ട് അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കൂ. അല്ലാഹുവിന്റെ സ്നേഹമാ നമുക്ക് വേണ്ടത്. അല്ലാഹുവിന്റെ സ്നേഹമല്ലേ വേണ്ടത്? അല്ലാഹ് സ്നേഹിച്ചാ രക്ഷപ്പെടുമല്ലോ. അല്ലാഹുവിന്റെ സ്നേഹം കിട്ടിയാ രക്ഷപ്പെടുമല്ലോ. അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള വഴി എന്തെന്നറിയോ? എല്ലാവരും അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ട്. ഇരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നിന്നെ അല്ലാഹു സ്നേഹിക്കുന്നുണ്ടോ?
എല്ലാരും അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹു നിന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ? ഒരു സംശയമില്ലേ വാപ്പാ? ഒരു സംശയമില്ലേ ചെറുപ്പക്കാരാ? എങ്കിൽ ആ സംശയം മാറാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാ. അല്ലാഹു ഒരു മനുഷ്യനെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ തിരിച്ചറിയാനുള്ള ഒരടയാളം ഞാൻ പറഞ്ഞു തരാ. ഒരുപാട് കൊല്ലം കൊണ്ട് 40, 50, 60 കൊല്ലം കൊണ്ട് അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഉപ്പാ, ഈ വയസ്സാം കാലത്തെങ്കിലും നിന്നെ അല്ലാഹു സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിനക്കറിയണ്ടേ? അറിയണ്ടേ ഉമ്മ, അറിയണ്ടേ പെങ്ങള്? എടാ ചെറുപ്പക്കാരാ, ഈ ലോകം മുഴുവന് വടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബ് നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിനക്കറിയണ്ടേ? അറിയാനുള്ള വഴി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, നബിതങ്ങളാണ് പറയുന്നത്. പാതിരാത്രിയുടെ നിശബ്ദതയില് എല്ലാവരും ഈ താനൂരുകാര് മുഴുവനും ഉറങ്ങുമ്പോ, സുഖമായി പുതപ്പിന്റെ കീഴിൽ കിടന്നുറങ്ങുമ്പോ, വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ആരെങ്കിലും 2 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ? സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് പടച്ചവനെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ? പെങ്ങളെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു ഉമ്മയുണ്ടെങ്കിലോ ഏതെങ്കിലും ഒരു സഹോദരി ഉണ്ടെങ്കിലോ, വാപ്പാ നീ തഹജ്ജുദ് നിസ്കരിക്കുമോ? ചെറുപ്പക്കാരാ തഹജ്ജുദ് നിസ്കരിക്കുമോ? എങ്കിലും ഉറപ്പിച്ചു കൊള്ളടാ, എങ്കിലും ഉറപ്പിച്ചു കൊള്ളടാ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നിന്നെ സ്നേഹിക്കുന്നുണ്ട് മോനെ. അല്ല ഇഷ്ടപ്പെട്ടവർക്ക് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂ, പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് പടച്ച റബ്ബേ ഒരു മഹാനിരുന്ന് നിലവിളിക്കുകയാ, ഒരു മഹാനിരുന്ന് പൊട്ടിക്കരയുകയാണ്. പടച്ചവനെ, ജനങ്ങളെ കേട്ടപ്പോ വല്ലാത്ത സങ്കടം വന്നോ. എന്തു പറ്റിയെന്നറിയില്ല. ജനങ്ങൾ ഓടി വന്നിട്ട് ചോദിക്കുകയാ, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്താണ് സംഭവിച്ചത്? ആരെങ്കിലും മരിച്ചു പോയോ? എന്തെങ്കിലും രോഗം സംഭവിച്ചോ? അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം വന്നോ? എന്തിനാ ഇതുപോലെ കിടന്ന് നിലവിളിക്കുന്നത്? ആ സമയത്താണ് ആ മനുഷ്യൻ പറഞ്ഞത് എന്തെന്നറിയോ? എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടിരുന്നെങ്കില്, ആരെങ്കിലും മരിച്ചു പോയിരുന്നെങ്കില്, പടച്ചവനെ എനിക്ക് എന്തെങ്കിലും രോഗം വന്നിരുന്നെങ്കില് എനിക്ക് ഇത്രയും സങ്കടമില്ല. അതിനേക്കാളും വലിയ സങ്കടമായി എനിക്ക്. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ ആ മഹാൻ പറഞ്ഞത് എന്തെന്നറിയോ? ഞാൻ നിത്യമായി ചെയ്തുകൊണ്ടിരുന്ന എന്റെ ചില വിറുതുകള്, ഞാൻ നിത്യമായി ചെയ്തുകൊണ്ടിരുന്ന ചില സൽക്കർമ്മങ്ങൾ എനിക്ക് മുടങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരു തഹജ്ജുദ് നമസ്കാരം മുടങ്ങിയതിന്റെ പേരിൽ കിടന്ന് നിലവിളിക്കുകയാ. പടച്ചവനെ, മുടങ്ങിപ്പോയല്ലോ എന്ന് വല്ലാത്ത സങ്കടത്തിൽ കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാമെന്ന ചെറുപ്പക്കാരാ, മോനെ, നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. പഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ കിടന്ന് പിടയുകയാ. പഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ കിടന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പഴുത്ത് കിടക്കുന്ന മണലുവാരി ശരീരത്തിലിടുകയാണ്. ആ ചെറുപ്പക്കാരൻ കിടന്ന് വല്ലാതെ കരയുകയാ. ഒരു ഭ്രാന്ത് പിടിച്ചവനെ പോലെ, ഒരു ഭ്രാന്ത് പിടിച്ചവനെ പോലെ അതാ ഒരു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ചെറുപ്പക്കാരൻ
ചെറുപ്പക്കാർ പഴുത്ത് കിടക്കുന്ന മണലുവാരികെട്ട ശരീരത്തിലിടുകയാണ്. നിങ്ങൾ കടപ്പുറത്ത് പോകുന്നവരാണല്ലോ, ഉച്ചയ്ക്കൊരു 12 മണിക്ക് 1 മണിക്ക് ചെരുപ്പിടാതെ ആ മണലാരുണ്യത്തിലൂടെ നടക്കാൻ പറ്റുന്നില്ലല്ലോ. വല്ലാത്ത ചൂടല്ലേ. എങ്കിലും മരുഭൂമിയിലെ മണല് ചിന്തിക്കടാ ചെറുപ്പക്കാരോ. ആ പഴുത്ത് കിടക്കുന്ന മണലുവാരികെട്ട് തന്റെ ശരീരത്തിലിട്ട് ശരീരത്തെ മുഴുവനും വല്ലാതെ വേദനിപ്പിക്കുകയാ. ഇത് കണ്ടപ്പോ ഒരാള് ചോദിക്കുന്നു, മോനെ എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്നത്? എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്നത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇന്നലെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാതെ ഈ ശരീരം കിടന്നു ഉറങ്ങി. എന്റെ രാത്രിയിലെ തഹജ്ജുദ് മുടക്കി ഞാൻ ഉറങ്ങിപ്പോയി. ഈ ശരീരമല്ലേ മടി കാണിച്ചത്? ഈ ശരീരമല്ലേ എന്നെ ഉറക്കിയത്? എന്റെ ശരീരമല്ലേ എന്നെ നിസ്കാരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്? അതുകൊണ്ട് പടച്ച റബ്ബിന്റെ നരകം കഠിനമാണല്ലോ. ആ നരകത്തിന്റെ ശിക്ഷ എനിക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് മേലാൽ എന്റെ ശരീരം ഇനി ഉറങ്ങരുത്. പഴുത്ത് കിടക്കുന്ന മണലുവാരികെട്ട് ശരീരത്തിലിട്ടുകൊണ്ട് ശരീരത്തെ വേദനിപ്പിക്കുമ്പോ മോനെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ മഹത്വം നിനക്കറിയാതെട്ടാ. മഹാനായ ജുനൈദുൽ ബഗ്ദാദിയുടെ ചരിത്രം അറിയുമല്ലോ. പടച്ചവനെ, ജുനൈദുൽ ബഗ്ദാദി വല്ലാത്ത പണ്ഡിതനായിരുന്നു, മഹാനായിരുന്നു. പടച്ചവനെ, മഹാനവറുകൾ അവിടെ നിന്ന് മരണപ്പെട്ടു. റബ്ബേ, മരിച്ചു കഴിഞ്ഞു കബറടക്കി. ജനാസയില്ല കബറടക്കിയപ്പോ അല്ലാ ദിവസങ്ങൾ കഴിഞ്ഞു. ശിഷ്യന്മാര് ഉസ്താദിനെ അവിടെ നിന്ന് സ്വപ്നത്തിൽ കാണുകയാ. ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ സ്വപ്നം കണ്ടു. ആ സമയത്ത് ഉസ്താദിനോട് ശിഷ്യന്മാര് ചോദിക്കുന്നു, ഉസ്താദേ എങ്ങനെയാ ഖബറിനകത്ത് എങ്ങനെയായിരുന്നോ? മഹാനവറുകൾ പറയുന്നു, അൽഹംദുലില്ലാഹ് ഞാൻ രക്ഷപ്പെട്ടു. ആ ഖബറിനകത്ത് എനിക്ക് വല്ലാത്ത സുഖമായിരുന്നു. പടച്ചവൻ എന്നോട് കരുണ കാണിച്ചു. ഉസ്താദ് സുഖമായിട്ട് ഖബറിനകത്ത് കിടക്കുകയാ. ജുനൈദുൽ ബഗ്ദാദിയോട് ചോദിച്ചു, ഉസ്താദേ എങ്ങനാ നിങ്ങൾ രക്ഷപ്പെട്ടത്? എങ്ങനാ നിങ്ങൾ രക്ഷപ്പെട്ടത്? മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വമാ നഫഅതനാ ഇല്ലാ റകഅാതിൻ റകഅനാഹാ ഫീ ജൗഫിൽ ലൈൽ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാ, ഉസ്താദ് ഖബറിനകത്ത് രക്ഷപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? ആ പാതിരാത്രിയിലെ 2 റക്അത്ത് നിസ്കാരമാ. ആ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിട്ട് ആ നിസ്കരിക്കുന്ന നിസ്കാരമുണ്ടല്ലോ, അതാണ് എന്റെ ഖബറിനകത്ത് എനിക്ക് ഇതുപോലെ മണിയറയാക്കി തന്നത്. എന്റെ മണ്ണറ മണിയറയാക്കിയത് ആ രാത്രിയിലെ നിസ്കാരമായിരുന്നു എന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, സഹോദരാ, അല്ലാഹു സ്നേഹിക്കുന്നവനാകണോ, അല്ലാഹു സ്നേഹിക്കുന്നവളാകണോ? അതിനുള്ള അടയാളം എന്തെന്നറിയുമോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. റബ്ബേ, പാതിരാത്രിയിലെ നമസ്കാരമാ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരുമിച്ച് കൂടിയവരോട് പറയാറുള്ളത്, പടച്ചവനെ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യണമല്ലോ. പടച്ചവനെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണമല്ലോ. അതുകൊണ്ട് സഹോദരാ, നിങ്ങളുടെ നാട്ടിലെ ഒരു പള്ളി, ആ പള്ളിക്കൊരു സ്ഥിര വരുമാനമില്ലല്ലോ. പടച്ചവനെ, റോഡിന്റെ വീതിയെല്ലാം കൂടി വളരെ പ്രയാസത്തിലായല്ലോ. പടച്ചവനെ, ആ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി ഈ റോഡിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒരു കട വെച്ചു കൊടുത്താൽ, ഒരു ചെറിയ റൂം കിട്ടിയാ അതിന്റെ വാടകയെങ്കിലും പള്ളിക്ക് ഉപകരിക്കുമല്ലോ. പെങ്ങളെ, അല്ലാഹു
അല്ലാഹു നിന്നോട് ചോദിക്കുന്നത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ, ആര് ചോദിച്ചാൽ സ്വർണ്ണം ഊരി കൊടുക്കുമല്ലോ, പണയം വെക്കാൻ കൊടുക്കുമല്ലോ, കടമായിട്ട് കൊടുക്കുമല്ലോ, പിന്നെ തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള സങ്കടമല്ലേ പെങ്ങള്? എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, സഹോദരങ്ങളെ, മക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറച്ച് പൈസ കൊടുക്കാൻ പറ്റുമോ? സിറാജിനല്ല, സംഘാടകർക്കല്ല, കുടുംബക്കാർക്കല്ല, നാട്ടുകാർക്കല്ല, പിന്നെ ആർക്കാണ് കൊടുക്കേണ്ടതെന്നറിയോ? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ നിന്റെ പടച്ചറപ്പിന് കൊടുക്കാൻ പറ്റുമോ? ഇന്നല്ലാഹ ശറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. പെങ്ങളെ, അല്ലാഹു പറയുകയാ, എനിക്ക് തരുമോ മോളെ? ഒരു പവൻ സ്വർണത്തിന് 40,000 രൂപ വിലയാ. സ്വർണത്തിന് വല്ലാത്ത വിലയുള്ള സമയമാ. അല്ലാഹു ചോദിക്കുകയാ, നിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണ്ണാഭരണം എനിക്ക് തരുമോ മോളെ? സിറാജല്ല ചോദിക്കുന്നത്, അല്ലാഹുവാ. അല്ലാഹു പറയുകയാ, എനിക്ക് തന്നാ നിനക്ക് ഞാൻ സ്വർഗം തരാം മോളെ. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗമാണ് നിനക്ക് പകരം തരുന്നത്. കഴിയുമോ വാപ്പാ? കഴിയുമോ വാപ്പാ? കഴിയുമോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ മജ്‌ലിസിലില്ലല്ലോ മോളെ. നിനക്ക് അല്ലാഹുവിന് കൊടുക്കാൻ പറ്റിയാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം മോളെ സ്വർഗം തരും പെങ്ങളെ. ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുന്ന ദിവസം നിനക്ക് ഓർമ്മയില്ലേ പെങ്ങളെ? പല പെണ്ണുങ്ങളും പറയാറുണ്ട്, ഉസ്താദേ, എന്റെ ഉമ്മ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് പടച്ചവനെ നിസ്കാരപ്പായിലിരുന്ന് എന്റെ ഉമ്മയുടെ വായിലേക്ക് ഞാൻ സംസം വെള്ളം ഒഴിച്ചു കൊടുത്തു. ശഹാദത്ത് കലിമ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദ്. പല പെണ്ണുങ്ങളും പറയുമല്ലോ, വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലാണ് ഉസ്താദ്. എന്റെ വാപ്പ ഒരുപാട് നന്മകൾ ചെയ്ത മനുഷ്യനാണ്. ഇപ്പോഴും ഉസ്താദ് പറഞ്ഞു, പ്രിയപ്പെട്ട പിതാവിനെ കുറിച്ച് അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരുപാട് മക്കള് പറയുന്നല്ലോ, വാപ്പാനാ മരണം കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? വാപ്പാന്റെ കവളുകൾ മുഴുവനും മഞ്ഞ നിറമായിരുന്നില്ലേ ചെറുപ്പക്കാരാ? മോനെ, വെളുപ്പായിരുന്നില്ലടാ, വെളുപ്പായിരുന്നില്ലടാ. നിന്റെ വാപ്പ മരിച്ചു കിടന്ന സമയത്ത് ഒരു മഞ്ഞ നിറമല്ലായിരുന്നോ നിന്റെ ഉപ്പയുടെ കവിളില്? ഉപ്പാന്റെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയായിരുന്നല്ലോ. ഇത് എങ്ങനെ കിട്ടിയതാണെന്നറിയോ? വാപ്പാടെ കയ്യിൽ എന്ത് കിട്ടിയാലും പാപങ്ങൾക്ക് കൊടുക്കുമായിരുന്നു, പള്ളികൾക്ക് കൊടുക്കുമായിരുന്നു, വിധവകൾക്ക് കൊടുക്കുമായിരുന്നു, യതീംഖാനകൾക്ക് കൊടുക്കുമായിരുന്നു, യതീമായ മക്കൾക്ക് കൊടുക്കുമായിരുന്നു. കൂലിപ്പണിയെടുത്തിട്ട് കിട്ടുന്ന പൈസയാണെങ്കിലും അൽഹംദുലില്ലാഹ് ബക്കറ്റ് മുന്നിൽ വരുമ്പോ വാപ്പ എന്തെങ്കിലും ഇട്ട് കൊടുക്കുമായിരുന്നു. പല പെണ്ണുങ്ങളും പറയും, ഉസ്താദേ, എന്റെ ഉമ്മ വീട്ടിലാരെങ്കിലും വന്നാ വെറും കയ്യോടെ മടക്കാറില്ല. ആര് വന്നാലും എന്റെ ഉമ്മ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഉമ്മ മരിച്ചപ്പോ അല്ലാഹു നല്ല മരണം കൊടുത്തു. ചെറുപ്പം മുതലേ കണ്ടുപഠിച്ച പെണ്ണേ, ഉമ്മാടെ സ്വഭാവം നിനക്കില്ലാതെ പോയില്ലേ? ഉമ്മ പാവപ്പെട്ടവളായിരുന്നു, എന്നിട്ടും ഉമ്മ കൊടുത്തു. നീ പണക്കാരിയായി. കഴുത്തിലും കാതിലും ചെവിയിലും കയ്യിലുമെല്ലാം ഒരുപാട് സ്വർണം കിടക്കുന്നു. ഒരു മോതിരം പാവങ്ങൾക്കല്ല ചോദിച്ചത്,
രോഗികൾക്കല്ല ചോദിച്ചത്, യതീംഖാനകൾക്കല്ല ചോദിച്ചത്, നിന്റെ നാട്ടിലെ പള്ളിക്ക് വേണ്ടിയാണ്. പള്ളി അല്ലാഹുവിന്റെ വീടാണല്ലോ, അല്ലാഹുവിന് വേണ്ടിയല്ലേ ചോദിക്കുന്നത്. സ്വർഗം തരാമെന്ന് അല്ലാഹു പറഞ്ഞല്ലോ. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, സദഖ കൊടുത്താ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ, ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ. രക്ഷപ്പെടുമടാ ചെറുപ്പക്കാരാ, രക്ഷപ്പെടും പെങ്ങളെ. മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രിയപ്പെട്ട സഹോദരി തന്റെ വീട്ടില് കയറിനകത്ത് കയറിയിട്ട് തൂങ്ങിയടി മോളെ. പടച്ചവനെ, ഒരുപാട് പ്രായമില്ലാത്ത ഒരു സഹോദരി പെട്ടെന്ന് പടച്ചവനെ തന്റെ വീടിനകത്ത് കയറിയിട്ട് ആത്മഹത്യ ചെയ്യുകയാ. മരിച്ചെന്ന് കേട്ടപ്പോ വല്ലാത്ത സങ്കടം വന്നു. ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടപ്പോ വല്ലാത്ത സങ്കടം വന്നു. എന്തേ കാരണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്ത ഉമ്മയായിരുന്നു. പടച്ചവനെ, ഉമ്മദാ ഹജ്ജിന് പോയ ഉമ്മ. ആ ഉമ്മയാണ് ഒരു തുണ്ട് കയറിനകത്ത് തന്റെ ജീവിതം അവസാനിപ്പിച്ചത്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. ഹജ്ജ് ചെയ്തവന് സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലമില്ല. അല്ലാഹുവിന്റെ കഅബാലയം കണ്ട സഹോദരിയാ ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഒറ്റ നിമിഷം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച ഒരുപാട് പേരുടെ കഥ കണ്ടവനാ, മയ്യത്ത് കണ്ടവനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹു പറയുകയാ, എനിക്കാരെങ്കിലും തന്നാൽ, എനിക്കാരെങ്കിലും തന്നാ അവർക്ക് ഞാനൊരു പ്രതിഫലം തരാ. മരിക്കുന്ന സമയത്ത് കാണാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. സ്വർണ്ണമൂരാ മടിക്കുന്ന പെങ്ങള്, സദഖ കൊടുക്കാൻ മടിക്കുന്ന വാപ്പാ, ഒന്നാമത്തെ പ്രതിഫലം ഈ ദുനിയാവിൽ നിനക്ക് നല്ല ജീവിതം തരുമടോ. അത് കുടിലാണെങ്കിലും കൊട്ടാരമാണെങ്കിലും അല്ലാഹു നിനക്ക് നല്ല ഒരു ജീവിതം തരും. രണ്ട്, മരിക്കുന്ന സമയത്ത് ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നിന്നെ സമാധാനിപ്പിക്കുകയാ. സകറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന നിന്റെ ചാരത്ത് വന്നിട്ട് മലക്കുകൾ പറയുന്നു, നോക്കടാ ചെറുപ്പക്കാരാ, വാപ്പാ നോക്കു വാപ്പാ, സ്വർണ്ണമൂരിയിട്ട് പടച്ചറബിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്ത പെങ്ങള് സകറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് മലക്കുകൾ നിന്നോട് പറയുകയാ, നോക്കടി പെണ്ണ്, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുന്നത് കണ്ടോ? മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ? ഇത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുവസ്ത്രമാ, ഇത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുവസ്ത്രമാ. എന്തിനാ ഇത് കൊണ്ടുവന്നതെന്നറിയോ? നിന്റെ റൂഹ് പുതിയാനാ. ഈ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടിനകത്ത് വേണം നിന്റെ റൂഹിനെ പുതിയാൻ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാനാ. കരയല്ലേ മോളെ, കരയല്ലേ ചെറുപ്പക്കാരാ. എന്തിനാ മക്കളെ കരയുന്നത്? അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. നീ ദുഃഖിക്കണ്ട, പേടിക്കണ്ട. മരിക്കാൻ കിടക്കുന്ന സമയത്ത് മലക്കുകൾ പറയുകയാ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി.
മലക്കുകൾ നിന്റെ ചാരത്ത് വന്നിരുന്ന് സമാധാനിപ്പിക്കുകയാണ്. എന്തിനാ മോളെ കരയുന്നത്? എനിക്ക് സഹിക്കുന്നില്ല അസുറായീൽ, എനിക്ക് മരണവേദന താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു, എന്റെ കൈകാലുകൾ എനിക്ക് തളരുന്നു, മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്ന് പിടയുന്ന നിന്നോട് മലക്കുകൾ പറയുകയാ, വേദന മാറണോ? വേദന അറിയാതെ മരിക്കണോ? സിറാജ് എന്ന വഅദിന്റെ മജ്ലിസിൽ വെച്ച് അല്ലാഹുവിന്റെ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി ചോദിച്ചപ്പോ നിന്റെ ശരീരത്ത് കിടന്ന സ്വർണം മുരിക്കൊടുത്തില്ലേ മോളെ? നിനക്ക് കാണണ്ടേ പ്രതിഫലം എന്താണെന്ന്? എടാ ചെറുപ്പക്കാരാ, ഫ്ലക്സ് വെക്കാൻ ആയിരങ്ങളും പതിനായിരങ്ങളും ചെലവഴിച്ച യുവത്വമേ, അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുക്കാൻ ചോദിക്കുമ്പോ ഇല്ലെന്ന് പറയല്ലേ മോനെ. അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്ത മരിക്കാൻ കിടക്കുന്ന സമയത്ത് മലക്കുകൾ ചോദിക്കുകയാ, കാണണോ നിനക്ക് പ്രതിഫലം? കാണണോ നിനക്ക് പ്രതിഫലം? എന്നാ കണ്ടോ. വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗം ഇങ്ങനെ കാണിച്ചു തരുമടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ സ്വർഗം ഇങ്ങനെ കാണിച്ചു തരുമല്ലോ. അല്ലാഹുവേ, ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ആ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗം കണ്ടിട്ടാ നിന്റെ ഉമ്മ ചിരിച്ചത്, നിന്റെ വാപ്പ ചിരിച്ചത്. ആ സ്വർഗം കണ്ട് ചിരിച്ചതാ മോള്. അല്ലാഹുവിന്റെ സ്വർഗം കണ്ടിട്ട് ചിരിച്ചതാ പെങ്ങള്. അതുകൊണ്ട് പടച്ച റബ്ബേ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടു മരിക്കാ. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്.